മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സ ദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമസ്കാരം സാർ, കേൾക്കാം. ഇന്ന് പ്രശ്നം സാറ് ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തുടങ്ങാം. എന്തായാലും നമ്മള് ഒരു എക്സാമിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യം അതിനകത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇന്നിപ്പോ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. സാറേ, ഒരു സംശയം. ഈ പറഞ്ഞു. പറഞ്ഞ 6, 8, 12 ഭാവങ്ങള് ദോഷങ്ങളാന്ന് പറഞ്ഞു. കൂടാതെ ശനിയുടെ ദൃഷ്ടി 7-ലും 3-ലും 10-ലും ഉണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ ഓക്കെ, 7-ലും 3-ലും 10-ലും. അപ്പം ശനിയുടെ ദൃഷ്ടി, ശനി ഇപ്പം 7-ാമത്തെ ശനിയുടെ ഹലോ കേൾക്കുന്നുണ്ട്. ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് വീക്ഷിക്കുന്നെങ്കിൽ അതിന് ദൃഷ്ടി പ്രശ്നം ഉണ്ടാവും സാർ? അതെ, പിന്നെ ശനി ബലവാനാണെന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യത്തില്ല. മനസ്സിലായി എനിക്ക്. നീചനായിട്ട് നിൽക്കുക, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുക, അങ്ങനെയൊക്കെ നിൽക്കുന്ന ശനി ദോഷകാരകനായിരിക്കും. അതുപോലെ അത് സ്വക്ഷേത്രത്തിൽ നിന്നിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് അത്ര ദോഷം ചെയ്യത്തില്ല, അത് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ ശനി, ഫോർ എക്സാമ്പിൾ ശനി അല്ല, ഇവൻ ഏത് ഗ്രഹങ്ങളാണ് സ്വക്ഷേത്രത്തിലോട്ടാണ് നോക്കുന്നെങ്കിൽ? സ്വക്ഷേത്രത്തിലോട്ടല്ല, സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് നോക്കുക. ശനിയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മകരം, കുംഭം രാശികളാണ് ശനിയുടെ ക്ഷേത്രം. അവിടെ നിൽക്കുന്ന ശനി ദോഷകാരകനല്ല. അതുപോലെ മേടം, വൃശ്ചികം രാശികളിൽ നിൽക്കുന്ന ചൊവ്വയും ദോഷം ചെയ്യത്തില്ല. ഞാനത് ഉദ്ദേശിച്ചാറ്, ഇപ്പം കർക്കിടകത്തിൽ ശനി നിൽക്കുവാണ്. അപ്പൊ കർക്കിടകത്തിൽ നിന്ന് ശനിയുടെ ദൃഷ്ടി മകരത്തിലോട്ട് കാണുമല്ലോ എപ്പോഴും. അത് നല്ലതാണോ ചീത്തയാണോ? അല്ല, അത് ദോഷം തന്നെയാണ്. ശനി നിൽക്കുന്ന സ്ഥലം എവിടെയാന്നുള്ളത് നോക്കണം. ശനി ഇങ്ങനെ കർക്കിടകത്തിലാണ്. അല്ല, അങ്ങനെ ദൃഷ്ടി വന്നെന്നും പറഞ്ഞിട്ട് അത് ഗുണം ചെയ്യത്തില്ല. ശനി മകരത്തിൽ നിന്ന് കർക്കിടകത്തിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഗുണകരമാണ്. അത് നിൽക്കുന്ന രാശിയുടെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു നല്ലൊരു വീട്ടിൽ നിന്ന് നിൽക്കുന്നതും അതൊരു മോശമായ സ്ഥലത്ത് നിൽക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണല്ലോ നമുക്ക് എഫക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ബലവാനായിട്ട് നിൽക്കുന്ന ആളിന് അത് അയാളുടെ നോട്ടവും അയാളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണം ചെയ്യും. മറ്റു കാര്യങ്ങൾ നമുക്ക് അത്ര ഗുണം ചെയ്യത്തില്ല. ഇപ്പൊ ചൊവ്വയുടെ കാര്യത്തിൽ ഈ ചൊവ്വാദോഷമൊക്കെ പറയാറില്ലേ? ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ മേടം, വൃശ്ചികം രാശിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ദോഷം വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ യോഗകാരകനായിട്ട് വരുന്ന രാശികളുണ്ട്. ഇപ്പൊ കർക്കിടകം, ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വാദോഷം വരത്തേ ഇല്ല. അവർക്ക് ചൊവ്വ എന്ന് പറയുന്ന യോഗകാരകനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുകൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് മൊത്തമായിട്ട് ഇപ്പൊ നമ്മൾ തുടക്കം തൊട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലെ പോയിന്റ്സ് പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പൊ നമ്മള് പ്രധാനമായിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ പ്രത്യേക ഒരു ഡയറിയിലൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. അത് കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രധാനമായിട്ടും രാശിചക്രം. ഈ രാശിചക്രം എന്ന് പറയുന്നത്, നമ്മൾ രാശിചക്രം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് ഓരോ രാശികളും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നുള്ളത് നമ്മളെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ ഉള്ള ഹയർ ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സാറ് ചിലപ്പം പറയും ആ ഒരു ഗ്രഹനില വരയ്ക്കുക എന്ന് പറയും. അപ്പം പറയും മിഥുനത്തിലെ ചന്ദ്രൻ നിൽക്കുന്നു. ഉടൻ മിഥുനം ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ചന്ദ്രന്റെ ഛായ എന്നുള്ള അക്ഷരം എഴുതണം. അതുപോലെ തന്നെ തുലാത്തിൽ രവി നിൽക്കുന്നു. അപ്പൊ തുലാം രാശി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ഈ രാശിചക്രം നമ്മളെല്ലാവരും നന്നായി എഴുതി പിന്നെ പഠിക്കുക തന്നെ ചെയ്യണം. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നാല് ഒരു രാശിയിൽ വരുന്ന
എത്ര നക്ഷത്രപാദങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം അശ്വതിയില് മേടൻ രാശിയാണ്, മേടൻ രാശിയില് അശ്വതി, ഭരണി, കാർത്തിക. അപ്പൊ അത് നമ്മള് രണ്ടാമത്തെ ചാപ്റ്ററിലോ മറ്റോ ഒന്നാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ പോയിന്റ് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഈ പിന്നെ ഈ ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. 9 നക്ഷത്രപാദങ്ങൾ വരും. അപ്പൊ അതിലേതൊക്കെയാണ് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രപാദങ്ങൾ ഏതൊക്കെയാണ്, ഇടവത്തിൽ ഏതൊക്കെയാണ് വരുന്നത്, മിഥുനത്തിൽ ഏതൊക്കെയാണ് വരുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. അതന്നെ ഇപ്പൊ മേടത്തില് അശ്വതിയുടെ 13, 20 ആ കണക്കുകൾ അറിഞ്ഞില്ലെങ്കിൽ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലരൊക്കെ ഒരു നക്ഷത്രമൊക്കെ പറയുമ്പോൾ ഇന്ന നക്ഷത്രം എന്നൊക്കെ പറയും. പക്ഷെ അത് 2 രാശികളിലോട്ട് മാറുമ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസങ്ങൾ, അയാളുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ കാർത്തിക നക്ഷത്രം തന്നെ മേടൻ രാശിയിൽ ജനിക്കുന്നവന്റെ സ്വഭാവം ആയിരിക്കത്തില്ല ഇടവൻ രാശിയിൽ ജനിക്കുന്നവൻ. അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. എല്ലാവരും കാർത്തിക നക്ഷത്രം കോമൺ ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടൊക്കെ ഫലങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് രണ്ടും വളരെയധികം വ്യത്യാസം ഉണ്ട് ഈ 2 രാശികളിലേക്ക്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ഒരു കാര്യമാണ് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം. ഈ സ്വക്ഷേത്രങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് വ്യാഴത്തിന്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മീനൻ രാശി, മീനവും ധനുരാശിയും. അതുപോലെ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ എന്ന് പറഞ്ഞാൽ മേടൻ രാശിയും വൃശ്ചികൻ രാശി. അങ്ങനെ ഈ സ്വക്ഷേത്രങ്ങൾ അത് നമ്മൾ കാണാതെ തന്നെ പഠിച്ചിരിക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന കാര്യം. അതുപോലെ തന്നെ മൂലക്ഷേത്രത്തിൽ സ്വക്ഷേത്രത്തിൽ പകുതി ബലമാണുള്ളത്. കാരണം നമ്മൾ ഒരു ജാതകം എടുത്ത് ഫലം പറയുന്നതിന് മുമ്പ് ആദ്യം നോക്കേണ്ടത് ഗ്രഹനില എടുത്തിട്ട് അതിനകത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് മൂലക്ഷേത്രത്തിൽ എത്ര തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മൂലക്ഷേത്രത്തിൽ എത്ര ഗ്രഹങ്ങൾ നിൽക്കുന്നു, അതുപോലെ തന്നെ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന അതിന് 3/4 ബലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ഷേത്രത്തിൽ ഈ ജാതകത്തിൽ നിൽക്കുന്നു. ഒരാൾ ജാതകത്തിൽ ഉച്ചക്ഷേത്രത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്, അത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ് ആ ഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് ബലം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം അതിനെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകുമോ ദോഷം ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രഹങ്ങളിലെ ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, ഇത് 3 കാര്യങ്ങളും, അതിനോടൊപ്പം നീചക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഒരു ഗ്രഹം നീചനായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അതെല്ലാം അയാൾക്ക് വളരെ ദോഷം ചെയ്യും. നമ്മൾ പല ജാതകങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചിരുന്നു. അച്ഛൻ മരിച്ച ജാതകങ്ങള്, ഭർത്താവിനെ കൊണ്ട് ഇല്ലാതെ വരുന്ന പ്രശ്നങ്ങള്, അപ്പൊ കുടുംബ പ്രശ്നങ്ങളുള്ളവരുടെ ജാതകം, ഇതിലെല്ലാത്തിലും പ്രത്യേകം അച്ഛനും മരിച്ച ജാതകക്കാരുടെ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ആ പിന്നെ രവി എന്ന് പറയുന്ന ഗ്രഹം ആണ് അച്ഛനെ കൊണ്ട് ചിന്തിക്കേണ്ടത്. അത് പലരുടെ ജാതകത്തിൽ നമുക്ക് അവർ നീചനായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതാണ് നീചക്ഷേത്രം. പിന്നെ ഒരു കാര്യമാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഗ്രഹങ്ങൾക്കും 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അതുപോലെ ചില ഗ്രഹങ്ങൾക്ക് വിശേഷാൽ ദൃഷ്ടിയുണ്ട്. ചൊവ്വയെ സംബന്ധിച്ച് 7 കൂടാതെ 4 വെട്ടും 4 വെട്ടും ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിന് 5, 9 കൂടിയുണ്ട്. ശനിക്ക് 3, 10 ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഈ ദൃഷ്ടി ഈ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുന്ന അതേ എഫക്ട് തന്നെയാണ് ദൃഷ്ടിയിലും കൊടുക്കുന്നത്. ഇപ്പൊ രണ്ടിനും നിന്നാലും നോക്കിയാലും ഒരേ ഫലമാണ്. അപ്പം നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടത്തില്ല. നമ്മൾ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ വെച്ചൊക്കെ നമ്മൾ ഫലം പറയാൻ നോക്കും. പക്ഷെ അവിടത്തേക്ക് ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കുമ്പോൾ അത് ശുഭഗ്രഹമാണെന്നുണ്ടെങ്കിൽ അശുഭകരമായ ഫലങ്ങളും പറയാം. അതുപോലെ തന്നെ അത് പിന്നെ ഒരു പാപഗ്രഹമാണെന്നുണ്ടെങ്കിൽ അത് നീചനും കൂടിയൊക്കെ ആയിട്ട് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് വളരെ ദോഷകരമായ കാര്യങ്ങൾ നമുക്ക് ഫലം പറയാൻ പറ്റും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുമിത്രങ്ങൾ.
ഈ ശത്രുമിത്രങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഒരു ശത്രുവിന്റെ രാശിയിലാണോ ഈ ഗ്രഹം നിൽക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ശത്രു മിത്രം, മിത്രം സമനം എന്നുണ്ട്. സമനം നമുക്ക് അനുകൂലമായിട്ട് ഇതിന്റെ കൂടെ തന്നെ എടുക്കാം, മിത്രത്തിന്റെ കൂടെ തന്നെ എടുക്കാൻ പറ്റും. ഇപ്പൊ ശത്രുമിത്രാദികളും അത് കാണാതെ പഠിച്ചില്ലെങ്കിലും നമ്മൾ ക്രമേണ അത് ഇങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്ത് വന്ന് വെച്ചേക്കാം. ഇപ്പൊ കാണിച്ച പോയിന്റുകളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ എല്ലാവരും പ്രത്യേകം ഒരു ഡയറിയിൽ ഇത് പോയിന്റുകൾ എഴുതി വെച്ചേക്കാം. അടുത്ത ഒരു കാര്യമാണ് ഓജം യുഗ്മം. ഓജം യുഗ്മം ഒന്നിടവിട്ടുള്ള രാശികൾ. ഇപ്പം മേടൻ രാശി ഓജം പുരുഷന്റെ പുരുഷരാശിയാണ്. അടുത്ത സ്ത്രീ അടുത്ത ഇടവൻ രാശി എന്ന് പറയുന്നത് സ്ത്രീ രാശിയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഇതെന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പല സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും അവരുടെ ചിലർക്കൊക്കെ ചില സ്ത്രീകൾക്ക് ഇച്ചിരി പൗരുഷമൊക്കെ ഉള്ള സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കായിക PT ഉഷയെ പോലുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അവരുടെയൊക്കെ ജാതകം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ലഗ്നവും ചന്ദ്രനും ഒക്കെ ഓജരാശിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് ഒരു ഗുണം ചെയ്യുന്നതാണ്. അവരുടെയൊക്കെ ഓരോ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ്, അപ്പൊ ഈ ലഗ്നവും ചന്ദ്രനും ഒക്കെ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ട് അവരുടെ സ്വഭാവം ഒക്കെ നമുക്ക് ഏകദേശമൊക്കെ പറയാനൊക്കെ സാധിക്കും. പിന്നെ അടുത്ത ഒരു കാര്യമാണ് ചരം സ്ഥിരം ഉഭയം. ഇതിന്റെ പ്രത്യേകത ഇതുമൊക്കെ നമുക്കൊരു ജാതകം കിട്ടിക്കഴിഞ്ഞാല് ആ ജാതകത്തിൽ നമുക്ക് വെച്ചിട്ട് ഫലം പറയാം. ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ ചരരാശിയിൽ ആണ് ലഗ്നം എന്ന് വിചാരിച്ചു. ഈ ചരരാശിയിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്ഥിരത വലുതായിട്ട് ഉണ്ടാകത്തില്ല. അവരെ സംബന്ധിച്ച് ഇങ്ങനെ എപ്പോഴും ഒരു അഭിപ്രായങ്ങളൊക്കെ മാറ്റി പറയുക, ഇങ്ങനെ അത് ലഗ്നവും ചന്ദ്രനും ഒക്കെ വരണം. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ വാക്കുകൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പൊ സ്ഥിരരാശിയിലാണ് ലഗ്നവും ചന്ദ്രനും എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ കൃത്യതയുള്ള ഒരാളായിരിക്കും. കൃത്യമായ ഓഫീസിൽ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് ജോലിക്ക് പോവുക, കൃത്യമായ സമയം കീപ്പ് ചെയ്യുക, കൂടെ നിൽക്കുന്നവരെല്ലാം കൃത്യത പാലിക്കണമെന്ന് ശഠിക്കുന്നവരായിരിക്കും. അപ്പൊ ഇതെല്ലാം ഈ സ്ഥിരരാശി ലഗ്നവും ചന്ദ്രനും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടും മാറി വരികയാണെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇപ്പൊ ലഗ്നം സ്ഥിരരാശിയും ചന്ദ്രൻ ചരരാശിയിലുമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുണ്ടാവും. എങ്കിലും ആ ലഗ്നം സ്ഥിരരാശിയിൽ വരുമ്പോൾ തന്നെ പൊതുവെ ആള് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതിന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം അവരെ. കാര്യം അവരെ സംബന്ധിച്ച് അവർ പറയുന്ന നാളെ രാവിലെ 10 മണിക്ക് കാണാന്ന് പറഞ്ഞാൽ അവർ 10 മണിക്ക് തന്നെ വരും. 9:45 അവരെത്തുന്ന ആൾക്കാർ. ഈ ഏറ്റവും കുഴപ്പക്കാരെന്ന് പറഞ്ഞാൽ ഈ ഉഭയരാശിക്കാരാണ്. ഉഭയരാശി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കണം, രണ്ടും വരണം. ഉഭയരാശിയിൽ ലഗ്നം വരണം, ചന്ദ്രനും വരണം. ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും സംശയങ്ങളും ഒരു ഓർമ്മക്കുറവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവരിൽ കാണാൻ സാധിക്കും. വീട് പൂട്ടിയൊക്കെ ഇറങ്ങിയിട്ട് പുറത്തൊക്കെ ചെന്നിട്ട് അവർ പിന്നെ രണ്ടാമത് നോക്കും, വീട് പൂട്ടിയിട്ടുണ്ടോ സംശയം. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും. പിന്നെ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കുമ്പോൾ അവർ ചിലപ്പോൾ അതൊന്നും വാങ്ങിക്കരുത്, വേറെ വാങ്ങിച്ചിട്ട് അത് ചിലപ്പോൾ ഒരു കാശിനും കൊള്ളാത്ത സാധനങ്ങൾ. അങ്ങനെയൊക്കെയുള്ള നമ്മൾ അങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സ്വഭാവം അതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലഗ്നവും ചന്ദ്രനും ഒക്കെ ഈ ഉഭയരാശി. അപ്പൊ ഈ ഉഭയരാശിയെ സംബന്ധിച്ച് ഈ ചരം സ്ഥിരം ഉപയോഗം വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് വിശദീകരിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ സ്ഥിരരാശിയിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്ഥിരമായ ഒരു ആവാസസ്ഥാനോ അങ്ങനെയോ, അല്ലെങ്കിൽ ചരത്താണെങ്കിൽ അവർക്ക് മാറി മാറി താമസിക്കുക അങ്ങനെയുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ടോ? അത് ഓരോ ഭാവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വേണം പറയാം. നമുക്ക് പിന്നെ 4-ാം ഭാവ സ്ഥിരരാശിയൊക്കെ വരികയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു വീടെന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ജോലി, 10-ാം ഭാവമാണ് ജോലിയെ കൊണ്ട് ചിന്തിക്കുന്നത്. അപ്പൊ 10-ാം ഭാവം സ്ഥിരരാശിയാണെങ്കിൽ വലിയ ട്രാൻസ്ഫർ ഒന്നും കിട്ടാത്ത ജോലികളായിരിക്കും. ചിലര് ചരരാശിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രാൻസ്ഫർ ഒക്കെ കിട്ടുന്ന ഒരു ജോലിയായിരിക്കും അയാൾക്ക് ലഭിക്കുന്നത് 10-ാം ഭാവം. അത് ആ ഭാവങ്ങളെ കൂടി ബന്ധപ്പെടുത്തി നമുക്ക് അതങ്ങനെ പറയാം. ട്രാൻസ്ഫർ ആവാൻ, ജോലികൾ മാറാം, അങ്ങനെയൊക്കെ വരാം അല്ലേ? അങ്ങനെയൊക്കെ വരാം. അങ്ങനെ അത് ആ ഭാവം ഇപ്പൊ നമുക്കറിയാലോ, ഓരോ ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പൊ 4-ാം ഭാവമാണ് വീട്, വാഹനം, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിൽ. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാം.
അതല്ല ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന കാര്യങ്ങൾ ചരം സ്ഥിര ഉപയോഗം എന്ന് പറയുന്നത് സമസ്തമായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പറയാം. അയാളെ ലഗ്നത്തെ പറ്റി കൊണ്ട് പറയാം. പിന്നെ അങ്ങനെ വാക്ക്, രണ്ടാം ഭാവം വാക്കാണ്, അതിനെ ബന്ധപ്പെടുത്തിയും പറയാം. മനസ്സിലായില്ലേ? അപ്പൊ അത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇത് സംഭവം ഉപയോഗിക്കാം. നമുക്കൊരു ഗ്രഹനില കിട്ടുമ്പോൾ നമുക്ക് പറയാവുന്ന ചെറിയ ചെറിയ പോയിന്റുകളാണ് അപ്പൊ ഈ പറയുന്നത്. മനസ്സിലായി? അടുത്തത് ഈ രാശി സ്വരൂപമാണ്. ഇപ്പൊ നമ്മള് മേടൻ രാശിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് മേടത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ആട. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മേട ലഗ്നമായിട്ട് വരിക, ചന്ദ്രനും ലഗ്നവും ഒക്കെ മേടമായിട്ടൊക്കെ തന്നെ വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അവർ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊക്കെ കാണും. അപ്പൊ അവരെ ഈ ആടിൻ്റെതായ ചില സ്വഭാവങ്ങളൊക്കെ ഒരു കാര്യം. ആടിനെ പോലെ നടക്കുകയും സൗണ്ട് ഉണ്ടാക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ ചില സ്വഭാവത്തിൽ ആടുമായിട്ട് ഇത് കുളിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു മടിയുണ്ടാവും. പിന്നെ വെള്ളത്തിനോടൊക്കെ വലിയ താല്പര്യക്കുറവുണ്ടാവും, വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യങ്ങളിലൊക്കെ. പിന്നെ അവരെവിടെയെങ്കിലും ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ രാശി സ്വരൂപം വെച്ച് നമുക്ക് പറയാം. അപ്പൊ മേടമാണെന്നുണ്ടെങ്കിൽ ആടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ ചിന്തിച്ചു നോക്കിയിട്ട് അതല്ല ഈ വ്യക്തിയിൽ നമുക്ക് ലഗ്നവും ചന്ദ്രനും വന്നാൽ 100% പറയാൻ പറ്റും. ലഗ്നം മാത്രമേ ഉള്ളതുണ്ടെങ്കിൽ അതിന്റെ ഒരു 50% നമുക്ക് 50-60% ലഗ്നം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോ ഇപ്പൊ കാളയുടെ ഒക്കെ സ്വഭാവം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതുപോലത്തെ ബലിഷ്ഠമായ ശരീര ലഗ്നം വെച്ചിട്ടാണെന്നെങ്കിൽ അയാളുടെ രൂപം വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ചിലർക്ക് ഈ മുതുകത്തൊരു ചെറിയൊരു ഇതുപോലെ പൂന് പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ ആ കാളയുടെ മുതുകത്തുള്ള അതൊക്കെ അയാളുടെ രൂപത്തിലും കാണും. അപ്പൊ അങ്ങനെ ഈ ഓരോ അത് പിന്നെ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ, ഇപ്പൊ 7ാം ഭാവമാണെങ്കിൽ ഭർത്താവിന്റെ കാര്യം അങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ഭർത്താവായിരിക്കും ഇവർക്ക് വരാൻ സാധ്യതകൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓരോ ഭാവമായിട്ട് കണക്ട് ചെയ്തും നമുക്ക് ഈ രാശി സ്വരൂപങ്ങൾ നമുക്ക് പറയാം. അപ്പൊ രാശി സ്വരൂപങ്ങൾ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം ഒരു പ്രത്യേക എഴുതി വെച്ചാൽ നമുക്ക് ഈ നോട്ട്സ് മൊത്തം എടുത്ത് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഞാൻ ഇപ്പം ഇടുന്ന പോയിന്റ്സ്, ഇനിയിപ്പോ കുറച്ച് പോയിന്റ്സ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ തരാം. അത് നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ജാതകം കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നോക്കിയെടുക്കാം. മൊത്തം നോട്ട്സ് നിങ്ങളാരും ചിലപ്പം എപ്പോഴും നോക്കണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ നമ്മൾ നോട്ട് ചെയ്തു. പിന്നെ ഈ ദശാനാഥന്മാരെ അറിഞ്ഞിരിക്കണം. അപ്പൊ ദശാനാഥന്മാരും പക്ഷെ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, പ്രധാന ഒരു ചോദ്യമാണ്. ഇപ്പൊ അശ്വതി മകം മൂലം കേതുർദശയാണ്, കേതുർദശ എത്ര വർഷമുണ്ട്, ഇത് നമ്മൾ അറിഞ്ഞ അശ്വതി മകം മൂലം കേതുവിന് 7, ഭരണപൂരം പൂരാടം ശുക്രന് 20, അങ്ങനെ ശ്ലോകം പോലെയൊക്കെ ചിലർ ചൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം. ഇത് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേന്ദ്ര ത്രികോണ രാശികൾ. അത് എപ്പോഴും അതും അറിഞ്ഞിരിക്കണം. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഏതൊക്കെ ഇപ്പൊ ലഗ്നാൽ ആണ് നമ്മളിതെല്ലാം പറയുന്നത്. ലഗ്നത്തിന്റെ ഇപ്പൊ കേന്ദ്ര രാശികൾ എന്ന് പറഞ്ഞാൽ ലഗ്നം 1, 4, 7, 10. അപ്പം ലഗ്നം മീനം പിന്നെ മേടൻ രാശിയാണെന്നുണ്ടെങ്കിൽ 4 കർക്കിടകൻ രാശി, പിന്നെ അതുപോലെ തന്നെ 7 തുലാൻ രാശി. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓരോ ഇതിന്റെ പിന്നെ കേന്ദ്ര രാശികൾ ഏതൊക്കെയാണ്, ത്രികോണ രാശികൾ ഏതൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് വളരെ ഫലപ്രവചനത്തില് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. 4, 7, 10 കേന്ദ്രമായിട്ട് തന്നെ കണക്കാക്കുമോ? 4, 7, 10 കേന്ദ്ര രാശികൾ. അതും കേന്ദ്രമായിട്ട് തന്നെ എടുക്കുന്നത്. അത് കേന്ദ്ര രാശികളാണ്. 1, 4, 7, 10. അതുപോലെ ത്രികോണം എന്ന് പറഞ്ഞാൽ 1, 5, 9. അപ്പൊ 5, 9 പ്രധാനമായിട്ട് ത്രികോണമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ
യോഗകാരകനെയൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ കേന്ദ്രവും ത്രികോണവും വെച്ചിട്ടാണ്. അതെ ഒരു അതറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ യോഗകാരകനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. ഒരു രാശി, ഒരു ഗ്രഹത്തിന് തന്നെ കേന്ദ്രത്തിന്റെയും ത്രികോണത്തിന്റെയും ആധിപത്യം വരിക. എന്ന് വെച്ചാൽ ഒരു ഗ്രഹത്തിന് രണ്ട് രാശികളുടെ ആധിപത്യമുണ്ട്. അത് ഒന്ന് ത്രികോണമായിട്ടും വരണം, ഒന്ന് കേന്ദ്രമായിട്ടും വരുമ്പോഴത്തേക്കാണ് അവിടെ ആ ഗ്രഹം അവർക്ക് ആ വ്യക്തിയെ സംബന്ധിച്ച് യോഗകാരകനായിട്ട് വരും. ഇപ്പൊ പിന്നെ നമ്മുടെ ചിങ്ങൻ രാശിക്കാരുടെ യോഗകാരകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അറിയാമോ? ചൊവ്വ. അപ്പൊ ആ ചൊവ്വ എന്താ കൊണ്ടാണ് വരുന്നത്? ചിങ്ങത്തിന്റെ 4 എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. 4ഉം 9ഉം വരികയാണ്. 9ന്റെയും രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞ് ചൊവ്വയാണ്. അപ്പൊ അതുപോലെ തന്നെ കർക്കിടകത്തിന് 5ഉം 10ഉം ചൊവ്വ തന്നെ വരും. അപ്പോഴത്തേക്ക് കർക്കിടകത്തിന്റെയും ചിങ്ങത്തിന്റെയും യോഗകാരകൻ എന്ന് പറയുന്നത് ചൊവ്വ തന്നെയാണ്. അപ്പൊ ഈ ചൊവ്വയെ നമുക്കിപ്പോ ചൊവ്വാദോഷമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ 7ൽ ചൊവ്വയൊക്കെ നിൽക്കുന്നു. ഇപ്പൊ 7ൽ ചൊവ്വ അങ്ങനെ ഇപ്പൊ 4ലൊക്കെ ചൊവ്വ എന്ന ചൊവ്വാദോഷമൊക്കെ ഓരോരുത്തർ പറയും. അപ്പൊ ഈ ചൊവ്വ യോഗകാരകനാണെന്നുണ്ടെങ്കിൽ അവിടെ ദോഷമില്ല. അവർക്ക് ആ യോഗകാരകനാണെങ്കിൽ ആ ചൊവ്വാദോഷം ഇല്ല. അത് ചില ജ്യോത്സ്യന്മാർക്ക് അതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കും. കാര്യം എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് പണ്ട് ഞാനിത് വലിയ വിശ്വാസമുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ അങ്ങനെ ജ്യോതിഷപരമായ കൺസൾട്ടേഷൻ ഒന്നും ഞാൻ പോകാറില്ലായിരുന്നു. എന്റെ ജാതകം കൊണ്ട് എന്റെ വീട്ടുകാർ പോയി, അമ്മയൊക്കെ പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോഴത്തേക്ക് അത് പറഞ്ഞു, ഞാൻ ചിങ്ങൻ രാശിക്കാരനാണ്, പിന്നെ ചൊവ്വാദോഷമുള്ള ജാതകമാണ്. പിന്നെ പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം നമ്മുടെ കാര്യം ആൾക്കാരിലും കൂടി ലെവലാക്കി. അപ്പൊ അതുകൊണ്ട് പിന്നീടാണ് ഞാനത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ചൊവ്വാദോഷമൊന്നും ഇല്ല. കാര്യം എന്താണ്? ചൊവ്വ എനിക്ക് യോഗകാരകനാണ്, ഗുണം തരേണ്ട ആളാണ്. അപ്പൊ എനിക്ക് ഇത് ചൊവ്വാദോഷം ഉണ്ടെന്ന് അങ്ങനെ എത്രയോ പേരുടെ കല്യാണം മുടക്കി കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ആ ജാതകം വെച്ചിട്ട് ആ വ്യക്തിയുടെ ഒരു സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വ്യക്തി ആയിരിക്കാം. ഇപ്പൊ ഈ പൊരുത്തം എന്നൊക്കെ പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 പൊരുത്തം 10 പൊരുത്തം അതിലൊന്നും ഒരു കാര്യമില്ല. ആളിന്റെ സ്വഭാവം നോക്കാൻ നമുക്ക് സാധിക്കണം. സ്വഭാവം വെച്ചിട്ട് നമുക്ക് ആ ആള് നല്ലൊരാളാണോ, ഇപ്പം പല യോഗങ്ങളും മദ്യപാനികളുടെ ജാതകം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ചന്ദ്രന് ശനിയുടെയും പിന്നെ കുജന്റെയൊക്കെ ബന്ധം വന്നു കഴിഞ്ഞാൽ അയാളൊരു മദ്യപാനിയാകുമെന്ന് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമ്മള് കല്യാണത്തിനൊക്കെ 10-25 വയസ്സുള്ള കുട്ടികളുടെ കല്യാണമൊക്കെ നടക്കുമ്പോൾ കാഴ്ചയിലൊക്കെ വളരെ സുന്ദരിയായിട്ടൊക്കെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല നല്ല നമുക്ക് കണ്ടാലൊന്നും പറയാൻ പറ്റത്തില്ല, അവരുടെ സ്വഭാവം എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അതിന്റെ ജാതകത്തിലെ ഗ്രഹനില വെച്ചിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം, അയാൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കാര്യം നമ്മുടെ ആളുടെ അച്ഛൻ എങ്ങനെയായിരിക്കും. ചിലർക്ക് പിന്നെ അച്ഛനെ കൊണ്ടുള്ള ഗുണമുണ്ടാകാത്തവരുണ്ടാകും, അമ്മയെ കൊണ്ട് ഗുണമുണ്ടാകാത്തവരുണ്ടാകും, സഹോദരങ്ങളെ ശത്രുക്കളായി വരുന്നവരുണ്ടാകും. ഇതെല്ലാം നമുക്ക് ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ നമ്മൾ ഇനി അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാല് പിന്നെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളതെല്ലാം നമ്മളെ 6ാമത്തെ 7ാമത്തെ ചാപ്റ്ററുകളിലൊക്കെ ഉള്ളതാണ്. രാശികളെ കൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണ്. ഇപ്പം 12 രാശികളുണ്ട്. രാശികളിൽ ഓരോ രാശികളെ കൊണ്ട് ചിന്തിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടത്. അത് ഒരുപാട് പോയിന്റ്സ് ഒന്നും നമുക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലഗ്നത്തെ കൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണ്. അപ്പൊ ലഗ്നം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ശരീരം, സ്വഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ധനമാണ്, ധനം, വാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 3 സഹോദരൻ. അപ്പൊ അങ്ങനെ ആ ഒന്ന് രണ്ട് പോയിന്റെങ്കിലും നമ്മൾ
ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയും പഠനം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ഒരു ഇപ്പൊ 4-ാം ഭാവം എന്ന് പറയുമ്പോൾ 4-ാം ഭാവം അവരുടെ വീട്, വാഹനം, അമ്മ, ഇത് 3 കാര്യങ്ങളും ആ 4 കൊണ്ടാണ് ചിന്തിക്കുന്നത്. 5 എന്ന് പറയുമ്പോഴത്തേക്ക് 5 കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തൊക്കെ? 5 എന്ന് പറയുമ്പോൾ അവരുടെ പുത്രസ്ഥാനമാണ്. പുത്രന്മാരും മക്കളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. 6 എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ രോഗം, ശത്രു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. 7 എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. 8 എന്ന് പറയുമ്പോഴത്തേക്ക് ആയുസ്. അങ്ങനെ ഒരു 1-2 പോയിന്റ്സ് എങ്കിലും നമ്മൾ നമ്മുടെ ഒരു 7-ാമത്തെ ചാപ്റ്ററിലാണെന്ന് എനിക്ക് തോന്നുന്നു, 7-ലോ 6-ലാണ് ആ ചാപ്റ്റർ നോക്കിയിട്ട് നമുക്ക് ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഓരോ ഭാവങ്ങളെ, ഗ്രഹങ്ങളെയും അങ്ങനെയൊക്കെ കൊണ്ട് ചിന്തിക്കേണ്ട ആ ഒരു 2-3 കാര്യങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും ശരിക്കും അത് മനസ്സിലാക്കണം. അതുകൂടി കിട്ടിയാലേ നമുക്ക് ഫലം പറയാനായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. സാറ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാർ ഇനി ബാക്കി കാര്യങ്ങൾ പറയാം നിങ്ങളോട്. ഞാനിപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ട് തരാം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. ഇവരുടെ ഞാൻ കുറച്ച് ഒരു റിവിഷന്റെ ഭാഗമായിട്ട് ആദ്യത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് സാറിന് എന്തായാലും പറയാനുണ്ടെങ്കിലേ, ഇവരുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. പരീക്ഷ 3-ാം തീയതിയാണ് നമ്മൾ പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നടത്തണമെങ്കിൽ നടത്താം. 24-ലൊക്കെ വല്ലവർക്കും ബുദ്ധിമുട്ടുണ്ടോ? 24-ാം തീയതി 24-ന് നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 10 ദിവസം ഉണ്ടല്ലോ, പോരെ? സാറ് വർക്കിനെ നടത്തിയാ സാർ ഹോളിഡേ ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. 3-ാം തീയതി 24-ാം തീയതി ശനിയാഴ്ചയാണ്. അല്ല, ഞാൻ ശനിയാഴ്ച വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാല്, നമുക്ക് നിങ്ങൾക്ക് 2 ദിവസം കിട്ടും ഇതൊക്കെ ഒന്ന് എഴുതി എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ശനിയാഴ്ചയും വർക്കിംഗ് ഡേയിൽ വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ അയക്കാന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേ വെക്കുന്നതിന് പ്രശ്നം. പിറ്റേ ദിവസമാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ശനിയാഴ്ച ക്ലാസ് നടത്തുന്നത് കൊണ്ട് പിറ്റേ ദിവസം അവധി ആയതുകൊണ്ടും തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യാൻ മതി. അപ്പൊ അത്രയും സമയം നിങ്ങൾക്ക് ഇതിനെ ഒന്ന് നോക്കാനെടുത്തത് സമയം. അതുകൊണ്ടാണ് 3-ാം തീയതി ശനിയാഴ്ച. 3-ാം തീയതി ശനിയാഴ്ച. 3-ാം തീയതി വെക്കായിരുന്നു സാർ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. മാക്സിമം പോകാൻ പറ്റുന്ന ഒരു തീയതി എന്ന് പറഞ്ഞാൽ 3-ാം തീയതിയാണ്. 3-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. കാര്യം നിങ്ങൾക്ക് അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരും എഴുതണം പരീക്ഷ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. നിങ്ങൾ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ലാന്ന് വെക്കാം. നിങ്ങൾ ചോദ്യം എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്ക് ഇട്ട് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറ്റൻഡ് ചെയ്തിരിക്കണം, എല്ലാ ചോദ്യം. അങ്ങനെ പേടിക്കാനായിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇന്ന് ഗ്രൂപ്പിലിടാം. വേണമെങ്കിൽ ആ ഗ്രൂപ്പ് ഇപ്പൊ കാണിക്കാം. അപ്പൊ സാർ അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. ലഗ്നം കാണാനായിട്ട് നിങ്ങൾക്ക് ഗണിതത്തിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സമയമൊക്കെ എടുക്കും. പിന്നെ പഞ്ചാംഗം നോക്കി നിങ്ങൾ ഒരു ഗ്രഹനില തയ്യാറാക്കാനായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ പഞ്ചാംഗം എല്ലാവരുടെയും കയ്യിൽ, പുതിയ പഞ്ചാംഗം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം. കാര്യം ഇത്ര ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റില് ഗ്രഹനില വരയ്ക്കാൻ പറയും. അത് ചിലപ്പം നമ്മള് പഞ്ചാംഗത്തിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ ചിലപ്പം ഗ്രഹങ്ങൾ മാറിയൊക്കെ നിൽപ്പുണ്ടാവും. അത് കൃത്യമായി ആ പറയുന്ന ഡേറ്റിന് ആ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അതായത് നമ്മൾ ആ സ്ഫുടങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നുള്ള കാര്യം അറിയാൻ പറ്റും. പിന്നെ ലഗ്നത്തിന്റെ കാര്യമേ ഉള്ളൂ. അങ്ങനെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതായത് നമ്മൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷനെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായ പിന്നെ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ഗ്രഹങ്ങളുടെ ദൃഷ്ടി, പിന്നെ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്, അതിന്റെ പാദങ്ങൾ ഏതാണ്, ചിലപ്പോൾ അതിന്റെ ഒരു ഗ്രഹനില വരച്ചിട്ട് അതിന്റെ വിശദമാക്കാൻ പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ദശാനാഥന്മാരും വർഷവും
അങ്ങനെ ഏതെല്ലാം ചില എല്ലാ 12 ഭാവങ്ങളും ഇല്ലെങ്കിലും ഏതെങ്കിലും ഭാവത്തെ കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്മള് 7ാമത്തെ ബാച്ചിനും 8ാമത്തെ ബാച്ചിന്റെ പരീക്ഷ ഒരുമിച്ചാണ് നടത്തിയത്. അതിന്റെ ഒരു ചോദ്യപേപ്പറാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ഗ്രൂപ്പിലിട്ട് തരാം. ഇതാണ് ചോദ്യങ്ങൾ. ഇപ്പൊ ഗ്രഹങ്ങളിലെ ശത്രുമിത്ര സമനം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഗ്രഹങ്ങളുടെ ദൃഷ്ടി എഴുതുക, കേന്ദ്ര ത്രികോണ രാശികൾ ഏതൊക്കെയാണ്, സ്ത്രീ പുരുഷ നപുംസക ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്, അത് നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾ ഒക്കെ എടുത്താൽ മതി. നക്ഷത്രങ്ങളും ദശാനാഥന്മാരും, ചിലപ്പോൾ വർഷവും ഏതൊക്കെ എത്ര വർഷം വീതം ഉണ്ടെന്നുള്ള ചോദ്യം ഉണ്ടാവും. പിന്നെ സ്ഥിരം ഉപയോഗ രാശികൾ, അത് ഗ്രഹനില വരച്ച് വ്യക്തമാക്കണം. പിന്നെ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം ഇവ പ്രത്യേകം ഗ്രഹനില വരച്ച് അതിനുള്ളിൽ എഴുതണം. അതൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ ചന്ദ്രൻ, സൂര്യൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ കൊണ്ട് പ്രധാനമായും ചിന്തിക്കേണ്ട ഏതെല്ലാം കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ, അത് വളരെ ലളിതമായ ചോദ്യങ്ങളാണ്. പിന്നെ ലഗ്നം 4, 6, 8, 10 ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ വരുന്നൊരു ചോദ്യമാണ് പഞ്ചാംഗം നോക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പഞ്ചാംഗത്തിൽ ഒരു ഡേറ്റ് പറയും. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: 1/10/2021 5:30 AM ജനിച്ച കുട്ടിയുടെ ഗ്രഹസ്ഫുടങ്ങൾ എഴുതണമെന്നില്ല, അത് ഗ്രഹനില തയ്യാറാക്കാൻ ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ നമ്മൾ ആ ഡേറ്റ് നോക്കിയിട്ട്, ആ ഡേറ്റില് പഞ്ചാംഗത്തിൽ നോക്കിയിട്ട് വേണം ആ ഗ്രഹനില എഴുതാൻ. സോഫ്റ്റ്വെയർ ഉള്ളവർക്ക് അതങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷെ നമ്മൾ അതിനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിമം അങ്ങനെ ഒരു ചോദ്യം ഇട്ടിരിക്കുന്നത്. നമ്മൾ പഞ്ചാംഗമൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം പഞ്ചാംഗത്തിൽ ചിലപ്പോൾ 1-ാം തീയതിത്തെ പിന്നെ ഗ്രഹങ്ങളുടെ പൊസിഷൻ ആയിരിക്കും പഞ്ചാംഗത്തിന്റെ ആ ഗ്രഹനിലയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ 25-ാം തീയതിയാണ്. അപ്പൊ 25-ാം തീയതി ആകുമ്പോൾ അതിനിടയ്ക്ക് പല ഗ്രഹങ്ങൾ ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ആ മാറ്റങ്ങൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ എടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? ഞാൻ എടുത്തിട്ടുണ്ട് സാർ. അല്ല, എടുക്കാതെ ആരെങ്കിലും ഉണ്ടോ? സോഫ്റ്റ്വെയർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ല, അതിന്റെ ഫ്രീ വേർഷൻ എങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും അത് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സാറേ, ഐഫോണില് ആക്ടിവേറ്റ് ശരിക്കും ആകുന്നില്ല. അതിന് പേ ചെയ്തതാണ്. അത് അവരെ തന്നെ കോണ്ടാക്ട് ചെയ്യും. ഞാനത് അന്നൊരു ലിങ്ക് അയച്ചു തന്നായിരുന്നല്ലോ, അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഐഫോണിന്റെ കാര്യത്തിൽ അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. മറ്റു ഫോണുകളിലൊക്കെ ആണെങ്കിൽ, ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നമുക്കത് എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞു ഐഫോണിൽ എനിക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് സാർ. പ്രൊഫൈലോട് വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ ഫോണിൽ. ഐഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ല, അതിനകത്ത് അവരുടെ തന്നെ ഒരു സർവീസ് നമ്പർ കാണും. ആ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചാൽ മതി, അവരത് കറക്റ്റ് ചെയ്ത്. കാര്യം നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ടോ ഒന്നുമില്ല, നമുക്കൊന്നും തരത്തില്ല. ഐഫോണിൽ അവർ പറയുന്നത് അത് അവരുടെ കമ്പനി പറയുന്ന പേയ്മെന്റ് നിങ്ങൾ കൊടുക്കുക. ആൻഡ്രോയിഡിലാകുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിന്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്തിനാന്ന് വെച്ചാല് നമ്മള് ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആവശ്യം, പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കല്യാണക്കുറി വന്നു, ഒരു കല്യാണം വിളിക്കാൻ ഒരാൾ വന്നു, ഒരു മുഹൂർത്തമൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അയാൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ ടൈം നോട്ട് ചെയ്തിട്ട്, അല്ല കല്യാണക്കുറി നോക്കിയിട്ട് ആ സമയം നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മൾ അടിച്ചു നോക്കുക. അന്നത്തെ ഗ്രഹനില എങ്ങനെയുണ്ട്, ഏതൊക്കെ രാശികളാണ്, ഏത് ഹോരയാണ്, ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏത് ലഗ്നം എവിടെ വരുന്നു, ഇപ്പൊ കല്യാണമാണെങ്കിൽ 7-ാം ഭാവമാണെന്ന് നോക്കണ്ട, 7-ാം ഭാവം ശുദ്ധമാണോ എന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലൊരു മുഹൂർത്തമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ലളിതമായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ രാഹുകാലം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. രാഹുകാലം കലണ്ടറിലാണ് നോക്കിയാണ് എല്ലാ ആൾക്കാരും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. പക്ഷെ കലണ്ടറിൽ എഴുതിയിരിക്കുന്നത് 6 മണിക്ക് ഉദയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് കലണ്ടറിൽ എഴുതിയിരിക്കുന്നത്. അത് എല്ലാ ദിവസവും 6 മണിക്കാണോ? അല്ല.
അപ്പൊ അത് അതിനകത്തും രേഖപ്പെടുത്തിയിട്ടുമില്ല, സാധാരണക്കാർക്കൊട്ടും അറിയത്തുമില്ല. അവര് നോക്കി ഇറങ്ങുന്ന എല്ലാ സമയത്തും തെറ്റായ സമയത്തായിരിക്കും രാഹുകാലം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോകുന്ന. രാഹുകാലം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അത് യഥാർത്ഥ രാഹുകാല സമയം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത് എന്താ, ഞങ്ങൾ രാഹുകാലമൊക്കെ നോക്കിയാണ് അതെല്ലാം ചെയ്തത്, എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നു. അത് ഇവര് നോക്കിയ രാഹുകാലം ഈ രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് രാഹുകാലം നോക്കിയിട്ട് ഇന്ന് ഇത്ര മണിക്ക് ഇപ്പൊ തിങ്കളാഴ്ച ആണെങ്കിൽ 9 മണിക്ക് രാഹുകാലം 7:30 തൊട്ട് 9 മണി വരെയാണ്. പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ 9:30ക്കും 9:45-നൊക്കെയാണ് രാഹുകാലം കഴിയുന്നത്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, 9:30 9:15 ആകുമ്പോഴത്തേക്ക് രാഹുകാലം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് യാത്ര പുറപ്പെടും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും നമ്മൾ രാഹുകാലം കഴിഞ്ഞൊക്കെയാണ് ഇറങ്ങിയത്, കലണ്ടർ നോക്കിയൊക്കെയാണ് ഇറങ്ങി സാധാരണക്കാർ പറയും. ഇതൊക്കെ വെറുതെയാണ്, നിങ്ങൾ ഈ പറയുന്ന ജാതകം ജ്യോതിഷവും ഒക്കെ വെറുതെയാണെന്നൊക്കെ ആൾക്കാർക്ക് പറയാൻ ഒരു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഇന്ന് എപ്പോഴാണ് രാഹുകാലം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ മുഹൂർത്ത ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഹോര എന്ന് പറയും. കാലഹോര എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ആ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. ഈ ഹോര നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ വാഹനം എടുക്കാനാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക്, വളരെ ചെറിയ ഒരുപാട് വലിയ ജ്യോതിഷമല്ല, ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ഒരാളൊരു വണ്ടി എടുക്കുന്നത് നമുക്കത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പം ശുക്രന്റെ കാലഹോര സമയം നല്ല സമയമാണ്, അല്ല വ്യാഴത്തിന്റെ കാലഹോരയിൽ വണ്ടി എടുക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് നോക്കിയിട്ട് നമ്മുടെ ഇരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് എപ്പോഴും പഞ്ചാംഗമായിട്ട് കൊണ്ടുണ്ടാക്കാൻ പറ്റത്തില്ല, കാര്യം ഫോണാകുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത് നോക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അത് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയോട്ടുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവർക്കും എല്ലാവരുടെയിലും അതുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ജ്യോതിഷന്മാരുടെയിലും അവരിപ്പോ നോക്കുന്നതെല്ലാം ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് കാര്യങ്ങൾ. ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മളിപ്പോ ഒരു വളരെ ചെറുതായിട്ടുള്ള ചിലവുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, വലിയ വിലയുള്ളതുണ്ട്, ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും കുറച്ച് ആക്യുറസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമുക്കിപ്പം പഠനത്തിന് അത്യാവശ്യം നമുക്ക് ഒരു ഗ്രഹനില എടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം, നക്ഷത്രം അറിയണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പറഞ്ഞത്. ഈ നക്ഷത്രമാണേലും മാറി വരും, ഏത് സമയത്താണ് നക്ഷത്രം മാറിയതെന്നൊക്കെ നമുക്ക് പഞ്ചാംഗം നോക്കിയാൽ ഇത്ര കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടായാൽ നമുക്ക് നക്ഷത്രം അറിയാൻ പറ്റും, ഇന്നത്തെ നക്ഷത്രം ഏതാണ്. കലണ്ടറിൽ എഴുതിയിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്ന രാവിലെ ഉദയ സമയത്തുള്ള നക്ഷത്രമാണ് കലണ്ടറെ കാണുന്നത്, അല്ലെങ്കിൽ പഞ്ചാംഗത്തിലും കാണുന്നത്. പക്ഷെ അതിന്റെ സമയം കഴിയുമ്പോഴത്തേക്ക് ആ നക്ഷത്രം മാറിയെന്ന്. പക്ഷെ മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് കലണ്ടറിൽ നിന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറിനെ ആശ്രയിച്ചേ പറ്റും. അതേപോലെ നമ്മൾ ഈ 28-ാം തീയതി പുതിയ ഒരു ബാച്ച് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ പരിചയക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ ക്ലാസ്സിലേക്ക് പങ്കെടുപ്പിക്കുക. 28-ാം തീയതി നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ പരിചയത്തിലോ അറിവിലോ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടെന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇട്ടില്ലെങ്കിൽ ഒരു നോക്കിയിട്ട് ഇടാം. അത് അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ആരെങ്കിലും ഒക്കെ ഉണ്ടായ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറയാം. പിന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് നമുക്ക് ഉള്ള സമയമാണ്. അതിനുശേഷം എല്ലാവരും ഒന്ന് ക്യാമറയൊക്കെ ഓൺ ചെയ്ത്, നമ്മളാരും പരസ്പരം കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു, ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം ഒന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അധികം സംശയം ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കുക, അതിനുശേഷം നമുക്കതിലേക്ക് പോകാം. പരീക്ഷ നടത്തുന്ന രീതി എന്ന് പറയാമോ? ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും, നമ്മളത് വായിച്ചിട്ട് നമ്മൾ എഴുതി അയച്ചാൽ മതി, അതിന് വേറെ? സാറേ, അത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റിന് 7 മണി തൊട്ടാണ് നമ്മൾ പരീക്ഷ വെച്ചിരിക്കുന്നത്. ഒരു 6 മണി കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഗ്രൂപ്പിലിടും. അപ്പൊ നിങ്ങൾ ഒരു പേപ്പർ, ഒരു നോട്ട്ബുക്കിലോ വല്ലതും എഴുതി വെക്കുക ചോദ്യം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറും പ്രിന്ററും ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കുക. ഇല്ലാത്തവർ എഴുതി വെക്കുക. എഴുതിയതിനു ശേഷം നിങ്ങൾ ആൻസർ എഴുതാൻ തുടങ്ങുക. പേപ്പറിന്റെ ഇരുവശത്തും എഴുതാം. പേപ്പറിൽ ചോദ്യ പേപ്പറിൽ സാധാരണ നമ്മൾ പരീക്ഷ എഴുതുന്ന പോലെ ചോദ്യത്തിന്റെ നമ്പർ ഇട്ടിട്ട് തെറ്റാതെ നമ്പർ ഇടുക. ആ നമ്പർ ഇട്ടുണ്ട് നമ്മൾ ആൻസർ എഴുതുക. ചോദ്യങ്ങൾ എഴുതണ്ട, ആൻസർ മാത്രം എഴുതുക. നമ്പർ കൃത്യമായിട്ട് ഇടുക, അങ്ങനെ ആൻസർ എഴുതുക. ആൻസർ എഴുതിയതിന് ശേഷം നമുക്കൊരു 10 മണി വരെയാണ് സമയമുള്ളത്. എഴുതി തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ എടുത്ത്
നമ്മൾ ഗ്രൂപ്പിലല്ല, അതിന് എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ അതിനകത്ത് ഇട്ടേക്കും. ആ നമ്പറിലോട്ട് അയച്ചു തരണം. അതിനുശേഷം അടുത്ത ദിവസം അടുത്ത വർക്കിംഗ് ഡേയിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യണം. അതിവിടെ കിട്ടി അടുത്ത വർക്കിംഗ് ഡേ തന്നെ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്രേ ഉള്ളു കാര്യങ്ങൾ. അത് രജിസ്റ്റേർഡ് ആയിട്ടൊന്നും അയക്കുന്നത് സാധാരണ നമ്മുടെ പോസ്റ്റിൽ അയച്ചാൽ മതി. ഈ കൊറിയറിലൊന്നും ആരും അയക്കരുത്. കാര്യം കൊറിയറിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം വെച്ചാൽ കൊറിയർകാരൻ ഇവിടെ തരത്തില്ല, നമ്മുടെ ഓഫീസിൽ കൊണ്ടുവരത്തില്ല. അയാൾ പിന്നെ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്നെ വിളിക്കും, പിന്നെ ഞാൻ അത് എടുക്കാനായിട്ട് പോകണം. അതുകൊണ്ട് കഴിവതും എല്ലാവരും നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അയക്കുക. പിന്നെ തീരെ ബുദ്ധിമുട്ട് പോസ്റ്റ് ഓഫീസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെയുള്ള ദൂരത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറിയറിൽ പ്രൊഫഷണൽ കൊറിയറോ DTDCയിലോ അയക്കുക. അത് രണ്ടും നമ്മുടെ അടുത്തുണ്ട്. അത് എനിക്ക് പോയി ചെന്ന് വാങ്ങിക്കാനായിട്ട് എളുപ്പമുള്ള. എന്താ രജിസ്റ്റേർഡ് വേണോ? രജിസ്റ്റേർഡ് അയക്കുന്നതാണ് നല്ലത്. കാര്യം 22 രൂപയുടെ കാര്യമുള്ളൂ. കാര്യം രജിസ്റ്റേർഡ് ആകുമ്പോഴത്തേക്ക് ഇനി കിട്ടിയില്ല എന്നുള്ളൊരു ഇത് വേണ്ടല്ലോ. അതേപോലെ ഈ പരീക്ഷ പേപ്പറിന്റെ മുകളിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൂടെ എഴുതും. നിങ്ങൾ ആരാണെന്ന് അതിനൊരു ഇൻസ്ട്രക്ഷന്റെ ഒരു പേപ്പർ അയച്ചു തരും. അതിനകത്ത് പറയും എന്തൊക്കെയാണ്. അത് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യണം. അതിനകത്ത് പേര്, ഫോൺ നമ്പറൊക്കെ എഴുതണം, ഏത് ഡേറ്റ് ഒക്കെ എഴുതിയേക്കണം. ഫോട്ടോ വേണ്ടി വരും. ഫോട്ടോ വേണോ? പിന്നെ അത് വേണം. അതെന്ന് വെച്ചാല് അതിന്റെ കൂടെ നിങ്ങൾ ഒരു 2 ഫോട്ടോ കൂടി വെക്കണം. 2 ഫോട്ടോയും പിന്നെ അതിനോടൊപ്പം നിങ്ങളുടെ ID കാർഡിന്റെ കോപ്പി വെക്കണം. ഏതെങ്കിലും ID കാർഡിന്റെ കോപ്പി വെക്കണം. ഇത്തരം കാര്യങ്ങൾ അതിന്റെ കൂടെ വെച്ച് അയക്കണം. അതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞില്ല. അത് 2 ദിവസം മുമ്പ് നമുക്ക് 2-3 ദിവസം മുമ്പ് നിങ്ങളുടെ ഗ്രൂപ്പിലിടും. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ അത് നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ചെയ്താൽ മതി. മെയിനായിട്ട് ഇതേ ഉള്ളൂ. നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പേര് എഴുതി, ചിലർ പേരിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഫോം അയച്ചു തരും. അതും പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്ത് അയക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിലോ അതുപോലെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലോ ഉള്ള പേര് തന്നെ ആയിരിക്കണം. എന്നുവെച്ചാൽ നിങ്ങളുടെ ഒറിജിനൽ പേര് തന്നെ ആയിരിക്കണം നിങ്ങൾ ആപ്ലിക്കേഷനിൽ എഴുതേണ്ടത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 പേര് അയപ്പിക്കഴിഞ്ഞാൽ അത് അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കൃത്യമായ നിങ്ങളുടെ പേര് തന്നെ അതിനകത്ത് എഴുതുക. ചിലർ ഇനിഷ്യൽ ആദ്യം ഉപയോഗിക്കാറുണ്ട്, ചിലർ അവസാനം ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതുപോലെ ആദ്യമാണെങ്കിൽ ആദ്യം, അവസാനമാണെങ്കിൽ ആദ്യം, അതൊക്കെ കൃത്യമായിട്ട് അതുപോലെ ചെയ്യണം. പിന്നെ ഒരു ID കാർഡിന്റെ കോപ്പി വെക്കണം. 2 ഫോട്ടോ വെക്കണം. 2 ഫോട്ടോ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ 3 ഫോട്ടോ വേണം കേട്ടോ. 3 ഫോട്ടോ വേണം. 2 ഫോട്ടോയിൽ 1 ഫോട്ടോ നിങ്ങൾ അതിൽ ഒട്ടിക്കണം. 3 ഫോട്ടോയിൽ 1 ഫോട്ടോ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കണം. 2 എണ്ണം അതിന്റെ കൂടെ വെച്ചേക്കണം. ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒട്ടിച്ചു വെക്കാനും ഒന്ന് ഇവിടുത്തെ രജിസ്റ്ററിൽ ഒട്ടിച്ചു വെക്കാനും വേണ്ടിയാണ്. അങ്ങനെ 3 ഫോട്ടോയും കൂടി അതിന്റെ കൂടെ അയച്ചു. എത്ര സമയം? 2 മണിക്കൂറോ? 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ? ക്വസ്റ്റ്യൻസ് 10 ചോദ്യങ്ങൾ. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചില്ല. അത് തന്നെയാണ് 10 ചോദ്യങ്ങൾ, ലളിതമായ 10. അത് 1 മണിക്കൂർ കൊണ്ടൊക്കെ എഴുതുന്നവരുണ്ട്. അത്രേ ഉള്ളൂ. നമുക്കൊരു പരീക്ഷ നടത്തണം എന്നുള്ളതാണ്. നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷ നടത്തി ആ ആൻസർ ഷീറ്റ് ഒക്കെ നമ്മളിവിടെ സൂക്ഷിക്കണം. അതിന് പ്രത്യേകം രജിസ്റ്റർ കീപ്പ് ചെയ്യണം. നാളെ എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പഠിച്ചതാണെന്നും നിങ്ങൾ പരീക്ഷ എഴുതിയാണെന്നും എല്ലാ തെളിവുകളും നമ്മൾ ഹാജരാക്കേണ്ടി വരും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എനിക്കൊരു കാര്യം, ഞാൻ ദുബായിലാണ് ആക്ച്വലി. അപ്പൊ ഇവിടുന്ന് പോസ്റ്റിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ സാറിന് കിട്ടുമ്പോ ഒരു അത് സാറിന് ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ സാറ് അതിന്റെ പിന്നെ ഇത് ചെയ്താൽ മതി. വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. ഫോട്ടോ എടുത്ത് അത് PDF ആയിട്ട് അയച്ചു തന്നാൽ മതി. PDF ആയിട്ട് അയച്ചു തന്നാൽ PDF ആയിട്ട് അയച്ചു തന്നാൽ മതി. അത് PDF ആയിട്ട് അയക്കുമ്പോൾ നമ്മൾ അതിന്റെ പ്രിന്റ് എടുത്ത് ഇവിടെ വെച്ചോളാം. കാരണം അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച 6-ാം തീയതി അല്ല, അടുത്ത 10-ാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ആണെങ്കിൽ കുറയില്ല അയച്ചു തരാം. അത് മതി. അന്നേരം അത് എന്തായാലും പോസ്റ്റ് പിന്നെ ഫോട്ടോ എടുത്ത് അയക്കുക. PDF ആയിട്ട് അയക്കണം. പിന്നെ സാറ് വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ബാംഗ്ലൂർ എവിടെ നിന്നാണ് വരുന്നത് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തിരുന്നാൽ മതി. ശരി സാർ. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടേ പോസ്റ്റ് ചെയ്താൽ മതി. അത് ഗൾഫിലുള്ളവർക്ക് അതിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടണ്ട. സാധനം എപ്പോഴെങ്കിലും ഇവിടെ ഒന്ന് എത്തിച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തുവിടാം, കുഴപ്പമില്ല. അത് മതി. അത് കുഴപ്പമില്ല. ഗൾഫിലുള്ള ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു നേരത്തേക്ക്. അവരൊക്കെ അങ്ങനെ തന്നെ. പറയണം. അടുത്ത ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാനാണ്.
അടുത്ത ക്ലാസ് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ആൾറെഡി ഇപ്പൊ ഒരു ബാച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 മാസത്തിന് മുമ്പ് ഒരു ബാച്ച് തുടങ്ങിയായിരുന്നു. പ്രശ്നവും മുഹൂർത്തവും പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ നമ്മള് ജാതക വിശകലനം പറഞ്ഞ ക്ലാസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇനി തുടങ്ങും, പറയാൻ പറ്റിയത്. എന്തായാലും പ്രശ്നത്തിന്റെ ക്ലാസ് തുടങ്ങും. പ്രശ്നത്തിന്റെ ക്ലാസ്സിൽ വരുന്നതെന്ന് വെച്ചാല് നമ്മൾ ഒരു ജാതകവും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ട എന്താന്ന് വെച്ചാല് പ്രശ്നം. ഒരാള് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അയാൾക്ക് ഇപ്പൊ ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ട് അല്ല പണവും ഉണ്ട്, എല്ലാ സ്ഥലവും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് വീട് വെക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നു പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളെ സമീപിക്കുമ്പോൾ അയാള് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു രാശി കണ്ടുപിടിച്ച് ആ രാശി വെച്ചിട്ട് എന്താണ് ഇയാളുടെ പ്രശ്നമെന്ന് കണ്ടുപിടിക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് പ്രശ്ന ക്ലാസ് എന്ന് പറയുന്നത്. അത് പ്രശ്നം ഉണ്ടാകും, മുഹൂർത്തം ഉണ്ടാകും. ഇത് അത്യാവശ്യം നമുക്ക് വിവാഹത്തിന്റെ മറ്റ് കാര്യങ്ങൾക്കുള്ള പാല് കാച്ചും മറ്റു കാര്യങ്ങൾക്കുള്ള മുഹൂർത്തം കണ്ടുപിടിക്കുക. ഇത് മുഹൂർത്തം പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതിനി തുടങ്ങുന്നത് എന്തായാലും ഇപ്പൊ ഉടനെ ഉണ്ടാവത്തില്ല, ഒരു 2 മാസമെങ്കിലും കഴിയും. കാര്യം വേറെ 1-2 ബാച്ചുകാരുടെ കൂടിയൊക്കെ തീരാനുണ്ട്. അടുത്ത ബാച്ച് കൂടി കഴിഞ്ഞിട്ട് 2 ബാച്ചുകാരുടെ ചേർത്തിട്ട് നമുക്ക് തുടങ്ങാം. പൊരുത്തമുണ്ടോ സാർ? പൊരുത്തമുണ്ടോ അതിനോടെ? അത് വേറൊരു ക്ലാസ് ഉണ്ട്. വിവാഹ പൊരുത്തവും ജാതക വിശകലനവും പറഞ്ഞിട്ടുള്ള അത് 1 വർഷത്തെ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതുമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ക്ലാസ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ തീരാതെ നമുക്ക് പുതിയ ബാച്ച് തുടങ്ങാൻ പറ്റത്തില്ല. അത് നമ്മളിപ്പോ ജാതക വിശകലനമൊക്കെ കുറച്ച് പഠിച്ചു. അത് ഇനി പറഞ്ഞാൽ കുറച്ചുകൂടി വൈഡായിട്ട് അതിനെപ്പറ്റി പഠിപ്പിക്കും. ജാതകം എങ്ങനെ വിശകലനം ചെയ്യാന്നുള്ളത് കുറച്ചുകൂടി വിശദമായിട്ട് പഠിപ്പിക്കും. അതുപോലെ തന്നെ പിന്നെ വിവാഹപ്പൊരുത്തം, പ്രധാനമായിട്ടും പൊരുത്തത്തിൽ വരുന്ന വിവാഹപ്പൊരുത്തം എങ്ങനെ നമ്മൾ നോക്കാം. പിന്നെ നമ്മൾ ഈ പറയുന്ന ജ്യോത്സ്യന്മാർ സാധാരണ ചെയ്യുന്ന പോലെ അശ്വതിയും ചൈത്ര പൊരുത്തം, ആ പൊരുത്തമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള പൊരുത്തങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത്. ഇപ്പൊ മാതൃഭൂമിയുടെ ഒരു പഞ്ചാംഗം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ പുറവശത്ത് എഴുതി വെച്ചിട്ടുണ്ട് അശ്വതിക്ക് ചേരുന്ന നക്ഷത്രങ്ങളെല്ലാം ലിസ്റ്റ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടൊക്കെയാണ് പലരും പല കാര്യങ്ങൾ പറയുന്നത്. അതൊന്നും കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ 7 പൊരുത്തം 8 പൊരുത്തം ഉള്ളവരാണ് തമ്മിൽ പിരിഞ്ഞു പോകാറുള്ളത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം തമ്മിൽ ചേരുമോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രഹനില വെച്ച് തന്നെ നോക്കണം. ഗ്രഹനില നോക്കുമ്പോൾ അവരുടെ പല കാര്യങ്ങളിലും അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നോക്കിയിട്ട് വേണം നമ്മൾ പൊരുത്തം നിശ്ചയിക്കാൻ. അത് വിശദമായിട്ട് എക്സാമ്പിൾ ഇട്ട് ഓരോ ടൈപ്പ് പൊരുത്തത്തിന്റെയും എക്സാമ്പിളും കാര്യങ്ങളും ഇട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ജാതക വിശകലനവും വിവാഹ പൊരുത്തം എന്നാണ് ആ ക്ലാസിന്റെ പേര്. അതും തുടങ്ങുന്നുണ്ട്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുകൾ. അത് തീർന്നു കഴിഞ്ഞിട്ടേ നമ്മൾ പുതിയ ബാച്ച് തുടങ്ങത്തുള്ളൂ. അതുപോലെ പ്രശ്നവും മുഹൂർത്തവും എന്നിട്ട് വേറൊരു ബാച്ച്. ഈ 2 ക്ലാസ്സിലും നിങ്ങൾക്ക് ഒരേപോലെ നിങ്ങൾക്ക് ചേരാൻ പറ്റും. കാര്യം ഒരു വിവാഹപ്പൊരുത്തത്തിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ ആ മാസത്തിൽ 3 ക്ലാസ്സേ ഉള്ളൂ. മറ്റത് 4 ക്ലാസ് ഉണ്ടാവും. അത് വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് 2 ക്ലാസ്സിലും ഒരേപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഒന്ന് തീർന്നിട്ട് ഒരെണ്ണം വെക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങൾ 1 വർഷം കഴിഞ്ഞ് പിന്നെ 1 വർഷം കൂടി വേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ആണ് 2 ക്ലാസ്സും 2 ക്ലാസ്സും ഒരേ സമയത്ത് ഏകദേശം ഒരേ സമയത്തൊക്കെ തുടങ്ങുന്നത്. രണ്ടും ഒരുമിച്ച് നിങ്ങൾ ബേസിക് അറിയാവുന്നവർക്ക് രണ്ടും ഒരേപോലെ പഠിച്ചു പോകാൻ പറ്റുന്ന വിഷയങ്ങളാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ഒരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. എല്ലാവരും ഒന്ന് ക്യാമറ ഒക്കെ കൊണ്ട് ഓരോരുത്തരായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു തരിക. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അത് വളരെ ശ്രദ്ധിക്കാൻ പറ്റും. അതിനെ കൂടിയാണ് ഓരോരുത്തരായിട്ട്. പറയാം സാർ. നിങ്ങൾ ആരാണ്, എന്താണ്, എന്ത് ചെയ്യുന്നു, ഇപ്പൊ എവിടെയാണ് എന്നുള്ള കാര്യമെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി. പറയൂ സാർ. ഞാന് ഇപ്പൊ കോഴിക്കോടാണ്. 10-12 വർഷമായിട്ട് 12 വർഷത്തെ കൂടുതലായി. ഞാൻ സ്വദേശം ശരിക്കും പാലയാണ്. സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു. റിട്ടയർ ചെയ്തു. ഇത് പണ്ട് മുതലേ ഒരു താല്പര്യമുള്ള വിഷയമാണ് ഈ ജ്യോതിഷവും ക്ലാസ്സും ഒക്കെ. അപ്പൊ അതിനൊരു ഇങ്ങനെ എവിടെയോ ഗ്രൂപ്പിൽ അതിന്റെ ഒരു ലിങ്ക് കിട്ടിയപ്പം ചേർന്നതാണ്. പക്ഷെ ഒരു കാര്യമുള്ളൂ, ഇപ്പൊ കുറച്ചായിട്ട് വേറെ ഒന്നും പോണില്ല, വീട്ടിനുള്ളിൽ തന്നെ ഇരിപ്പാണ്. അമ്മ തീരെ വയ്യാണ്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടത്ര ഇതിനകത്ത് ക്ലാസ്സിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കാനുള്ള
വീണ്ടും റിവൈസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. നല്ല നല്ല വിശദീകരണമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ക്ലാസ്സൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. സാറ് ഇതിനു മുമ്പ് നേരത്തെ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാന് പണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 6 പേരാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ ആളാണ്. കുടുംബത്തിൽ ഞാനായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. ഈ നല്ല വിവാഹത്തിന്റെ ആവശ്യമൊക്കെ വരുമ്പോൾ എവിടുന്നെങ്കിലൊക്കെ കുറെ ജാതകം കിട്ടും. അത് നോക്കാൻ പോകും. അടുത്തൊരു നല്ല ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അടുത്തിടെ മരിച്ചു. അദ്ദേഹം 90 വയസ്സ് കഴിഞ്ഞു മരിച്ചു. 2-3 കൊല്ലം മുമ്പ് വരെ അദ്ദേഹം നോക്കുമായിരുന്നു. 3-4 കൊല്ലം മുമ്പ് വരെ. അപ്പൊ അന്നൊക്കെ ചെല്ലുമ്പോൾ ഈ ഓരോന്നും ചെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു 5-6 പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെയാണ് ഇത് പഠിക്കണ്ടേ, എന്നാ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ സമയമൊന്നുമില്ല. പിന്നെ അച്ഛനെ ഈ പറഞ്ഞ അത്യാവശ്യം എടുത്തോ എന്തൊക്കെ കഷ്ടിച്ചൊക്കെ എവിടുന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ജാതകം കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുമ്പോൾ ഇന്ന ദിശയാണ്, അത് ഇന്നൊക്കെ ഉണ്ട്, ഓരോന്ന് നടക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെ ആ ജ്യോതിഷത്തിന്റെ ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങൾ പലതും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അച്ഛൻ അങ്ങനെ ജ്യോതിഷമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു തീർത്ഥക്കര ഭാവി എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. അവിടെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു മലയാളം പണ്ഡിറ്റ് സാറുണ്ടായിരുന്നു. സാറ് ജ്യോതിഷത്തിന്റെ സംസ്കൃതത്തിന്റെ അഗ്രേസരനായിരുന്നു. സാറിന്റെ അടുത്ത് കുറച്ച് ദിവസം പോയിരുന്നെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് പഠിക്കായിരുന്നു, സംസ്കൃതം പഠിക്കായിരുന്നു. അതൊക്കെ അന്ന് ഉണ്ടായില്ല. അതൊക്കെ നമ്മുടെ തലയിൽ ഇപ്പൊ റിട്ടയർ കഴിഞ്ഞ ശേഷം ഞാൻ സംസ്കൃത ഭാരതിയുടെ 3-4 കോഴ്സ് പാസ്സായി. അത് ഈ പറഞ്ഞാൽ മുഴുവനാണ്. പരീക്ഷ എഴുതി പാസ്സായി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആ കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റണില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ പോയി ഭാഷ സംസാരിക്കാനൊന്നും, അല്ലെങ്കിൽ അവരുടെ ഇതുണ്ട്, ശിബിരങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സംസ്കൃതത്തിൽ പറയുന്ന കേട്ടാൽ മനസ്സിലാവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയാൻ നമ്മുടെ ആ ഒരു അറപ്പൊക്കെ മാറി കിട്ടും. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അത് തന്നെയാണ്. ഫുൾ ടൈം ആയിട്ടൊന്നും എനിക്ക് അതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. എനിക്ക് ക്ലാസ്സൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. സാറിന്റെ വിശദീകരണങ്ങൾ നമ്മൾ അഭിനയം ചോദിച്ചാൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു. ഇവിടെ ഒരു ബ്രാഞ്ചിന്റെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇപ്പോൾ ഒരു 6-7 വർഷമായി. ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിലാണ്. ഞാൻ വീടിനകത്ത് ഹെൽഡപ്പാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റേ ആക്ടിവിറ്റീസ് എനിക്ക് പലതും ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ, പിന്നെ ഇവിടെ ഒരു വൈദിക വിജ്ഞാന കേന്ദ്രമുണ്ട്. അവിടെ കുറച്ച് പൂജ പഠിപ്പിക്കുന്നത്, അങ്ങനെ വേദമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അവിടെയൊക്കെ കുറേശ്ശെ പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ അവിടെ അതിന്റെ വാർഷികമൊക്കെ ആയിരുന്നു. പിന്നെ സമയം ഉണ്ടെങ്കിൽ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യാൻ താല്പര്യം. ഇങ്ങനത്തെ നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിലാണ് എനിക്ക് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഏതാണെങ്കിലും കുറെ പുസ്തകമൊക്കെ വായിച്ച് ഇത് തന്നെ ഓരോ മറ്റേതും പുസ്തകങ്ങൾ കയ്യിലുണ്ട്. അത് മറിച്ച് നോക്കാനും സംശയം ഒരാളുടെ ചോദിച്ചു തീർക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വലിയ വായന അതൊന്നും പറ്റണില്ല എന്നുള്ളൊരു ഖേദമാണ്. ബാക്കി പരീക്ഷ ക്ലാസ്സൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാറിന്റെ വിശദീകരണങ്ങൾ അന്ന് സംശയം ചോദിച്ചാൽ അത് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും പറ്റിയെങ്കിൽ അടുത്ത ക്ലാസ്സിനും ചേരും. പരീക്ഷ എഴുതാ ഡിഗ്രി നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പരീക്ഷ 3ാമത്തെ പരീക്ഷ എഴുതാൻ പറ്റണം എന്നാണ്. രാവിലെ 7 മുതൽ 10 വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സമയമാണ്. അന്നേരം ആരെങ്കിലും ഇവിടെ സംഘടിപ്പിക്കണം. അങ്ങനെ രാവിലത്തെ ചടങ്ങുകളെല്ലാം മിക്കവാറും ഇപ്പം വന്ന് ഞാൻ കുളി കഴിഞ്ഞ് സന്ധ്യാവനൊക്കെ കഴിക്കും 10-11 മണിയാവുന്നുണ്ട്. രാവിലെ കഴിഞ്ഞിട്ട് ആ ഒരു സമയമാണ് ശകലം ക്രിട്ടിക്കലായിട്ടുള്ളത്. അതുകൊണ്ടാണ് 3ാം തീയതി ആയാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു. ഒരാഴ്ചകൾ എനിക്ക് കിട്ടുമല്ലോ, കുറച്ചൊന്നും മറിച്ച് നോക്കാൻ. ആ ഒരു സ്വാർത്ഥത വെച്ചിട്ട് പറഞ്ഞതാണ്. എല്ലാവരും നമസ്കാരം സാർ, എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ അബുദാബിയിലെ ഒരു കമ്പനിയിൽ ബേസിക്കലി എഞ്ചിനീയർ ആണ്. ഞാൻ ഇപ്പം ഒരു ജനറൽ മാനേജറായിട്ട് കമ്പനി വർക്ക് ചെയ്യാണ്. ഇതൊരു പാഷനായിട്ട് ഞാൻ പഠിച്ചാണ്. എനിക്ക് വലിയ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഒന്നും വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല. മലയാളം സ്കൂളിൽ പഠിച്ചത് മാത്രമല്ലാതെ പിന്നെ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് എല്ലാം കേരളത്തിനുള്ളിലായിരുന്നു. പിന്നെ ഇതിപ്പം ഇതെന്താണ് ഇതിന്റെ സയൻസും അതിന്റെ എന്താണെന്ന് ശാസ്ത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചേർന്നാണ് ഈ ക്ലാസ്. പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഒരുപാട് മിത്തൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി കിട്ടി. ബട്ട് ഇതൊരു റിയലി സയൻസ് ആണെന്നും അതിനകത്തുള്ള മാത്തമാറ്റിക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ സാറിന്റെ എക്സ്പ്ലനേഷനും പിന്നെ ഓരോ സിറ്റുവേഷൻസ് എക്സ്പ്ലനേഷനും ഇത് റിയലി ഗുഡ് ആക്ച്വലി. സോ ഐ മീൻ എനിക്ക് ഭയങ്കര റിയലി എൻജോയ് ദ ക്ലാസ് ആക്ച്വലി സാർ. സോ പരീക്ഷ ഞാൻ എഴുതാൻ നോക്കാം. ബട്ട് ബൈ പ്രൊഫഷൻ ഐ എം നോട്ട്, ഐ മീൻ ബേസിക്കലി എഞ്ചിനീയർ ആണ്. ബട്ട് അതുകൊണ്ട് ഒരുപാട് ഇല്ലോജിക്കൽ ഐറ്റംസ് ഉണ്ട്. ഇതിനെപ്പറ്റി ആദ്യം ഒരു മിത്ത് ഉണ്ടായിരുന്നു, ഇത് കറക്റ്റ് ആണോ ഇതില്ലാണോ, ഹൗ ദേ ക്യാൻ പ്രെഡിക്റ്റിംഗ് ആൾ ദിസ്. ഐ മീൻ എല്ലാം ഒരു മിത്തായിരുന്നു ആദ്യം. പക്ഷെ
കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി there will be something science behind it and സാർ അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു സാർ. അതാണ് ഞാൻ ഓക്കെ സാർ. ഏകദേശം കൊല്ലം ജില്ലയിലെ അഞ്ചലിനാണ്. പക്ഷെ ഞാനിപ്പോൾ 16 വയസ്സുള്ളപ്പോൾ അവിടുന്ന് പോയതാണ് പല സ്ഥലങ്ങളിൽ പഠിക്കാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. നാട്ടിൽ വല്ലപ്പോഴും ഒക്കെ ഇതാണ്. പക്ഷെ ബാംഗ്ലൂരിലാണ് സെറ്റിൽഡ്, അബുദാബിയിൽ സ്ഥിര താമസം. ഓക്കെ, താങ്ക് യു സാർ. ശരി, താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. അടുത്ത ഗോപൻ പറയൂ സാറേ. ഗോപാലകൃഷ്ണൻ സാറേ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. ആ. എന്റെ വീട് തൊടുപുഴയാണ്. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ആയതാണ്. ജ്യോതിഷമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇത് താല്പര്യമുള്ള വിഷയമായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഈ വാട്സപ്പിൽ കണ്ടത്. അങ്ങനെ ഇതിനകത്ത് ചേർന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ക്ലാസ് ഒക്കെ ഇഷ്ടമായിരുന്നു. സാർ നമസ്കാരം. എൻ്റെ പേര് പ്രതീഷ്. ഞാൻ തൊടുപുഴയാണ് താമസിക്കുന്നത്. ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സൈഡായിട്ട് എനിക്ക് കളരി ചികിത്സ പരിപാടികളുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിൽ കൂടുതൽ നമുക്ക് ജ്യോതിഷം കൂടെ പഠിച്ചാൽ നന്നായിരിക്കും എന്നെനിക്ക് ഒരു ഉപദേശം കിട്ടി. അങ്ങനെ ജ്യോതിഷം പഠിക്കാനായിട്ട് കുറേ ശ്രമിച്ച് അവസാന ഘട്ടം എന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു ലിങ്ക് കിട്ടുന്നത്. അപ്പം അതില് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. വളരെ വളരെ ഭംഗിയായിട്ട് ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വിട്ടായി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും വളരെ നല്ല ക്ലാസ്. ഞാൻ സാർ അയച്ചു തരുന്ന വീഡിയോസ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. പിന്നെ പ്രസന്ന സാറിനെ ഇടയ്ക്ക് വിളിച്ച് സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സാറ് വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാറുണ്ട്. ഒത്തിരി സന്തോഷം. പിന്നെ എനിക്ക് ഒരാഗ്രഹം എന്താ വെച്ചാൽ നമ്മള് വിദ്യ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും ഗുരുമുഖത്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അവിടെ വരണമെന്നും എന്റെ ഗുരുക്കന്മാർക്ക് ഒരു ദക്ഷിണ നൽകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനു വേണ്ടി സജ്ജീകരണം ഒരുക്കി തരണമെന്ന് ഒരു അപേക്ഷയുണ്ട്. ഇതിന്റെ ഒരു അഡ്വാൻസ് ക്ലാസ് വരുമ്പോഴത്തേക്ക് എന്തായാലും നേരിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. ഇനിയുള്ള ക്ലാസ്സുകൾക്കെല്ലാം നേരിട്ട് ഓരോ ക്ലാസ് കാണാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് വരാനും കാണാനും ഒക്കെ പറ്റ ഒരു അവസരമുണ്ട്. അതൊക്കെ സാർ ഞാൻ പറഞ്ഞത് ഇല്ല, അത് കുഴപ്പമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടൊക്കെ വന്നാൽ മതി. നമ്മൾ കാണും എല്ലാവരും. സാറൊക്കെ കാണും. സാറിനോട് കാരണം വലിയ ജോലിയൊക്കെ ഉള്ള ആളാണ്. സാറ് അതനുസരിച്ചിട്ട് നിങ്ങൾ വരുന്ന ദിവസം നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. ശരി ശരി ശരി. അപ്പം ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം നോക്കി അപ്പം അങ്ങനെ വരാൻ വിചാരിക്കുന്നു. ഞാൻ സാറിനെ വിളിച്ച് പറയാം. എല്ലാവരും നേരിട്ട് വരുന്നുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം. ഇതിന്റെ പ്രശ്ന മുഹൂർത്തം എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും നല്ല നല്ല ക്ലാസ്സാണ്. മോഹൻ സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ്. ഇന്നിപ്പോ സാറിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ ക്ലാസ്സിലുള്ളതായിരുന്നു. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ്. ശരിക്കും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഒത്തിരി സന്തോഷം. നമസ്കാരം. നമസ്കാരം. അടുത്ത ആൾ അഞ്ജലി. പറയാം അഞ്ജലി. ബൈക്ക് ഓഫാന്ന് തോന്നുന്നു അഞ്ജലിയുടെ. അതായിരുന്നു സാർ. നമസ്കാരം സാർ. എന്റെ പേര് അഞ്ജലി. പത്തനംതിട്ട ജില്ലയിലാണ്. ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്. പിന്നാണെങ്കിൽ ഞാൻ വാസ്തുശാസ്ത്രം പഠിച്ചായിരുന്നു. ഞാൻ ലാൽ സാറിന്റെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സാറിന് അറിയായിരിക്കും. പിന്നെ ആണെങ്കിൽ അപ്പോഴാണ് ഞാൻ ഓരോ സ്ഥലത്ത് വാസ്തു നോക്കാൻ അവര് എന്നോട് ചോദിച്ചു, ജ്യോതിഷം അറിയാമോ അങ്ങനെ കുറെ പേര് ചോദിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ
നോക്കിയപ്പോഴും അവർക്കൊക്കെ അറിയേണ്ട ജ്യോതിഷം കൂടി അവർക്ക് വേണമെന്ന്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ജ്യോതിഷം ഇനി എന്താ ചെയ്യണം എന്ന് അറിഞ്ഞപ്പോഴാണ് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വാസ്തു ഗ്രൂപ്പിൽ തന്നെ പഠിച്ച ജയ്സാറാണ് പറഞ്ഞത്, ലാൽ സാർ ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്, അപ്പൊ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പഠിക്കാൻ പറ്റും എന്ന് സാർ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സാർ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ നോക്കി, അപ്പൊ എനിക്ക് ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പഠിക്കാൻ വന്നതാണ്. പിന്നെ പ്രസന്നകുമാർ സാറാണെങ്കിൽ നന്നായി പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് കുറച്ചും കൂടെ കിട്ടുന്നുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, അതാണ് ബേസിക് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പം സാറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് കുറച്ചെങ്കിലും പഠിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഇനി എക്സാമും കൂടി കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായി എക്സാം എഴുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന്റെ വക പ്രാർത്ഥന ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു സാർ. താങ്ക് യു. അടുത്ത റെജി കുമാർ സാർ. നമസ്തേ സാർ. ഞാന് ഇതില് ജ്യോതിഷത്തെ പറ്റി എനിക്ക് അത്ര വലിയ ഒരു ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ വന്നത്. എനിക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു എനിക്ക്. പക്ഷേ ജനുവരി മാസം എനിക്ക് ചില അത്യാവശ്യങ്ങൾ വന്നതുകൊണ്ട് എനിക്കത് ജനുവരിയിലെ ക്ലാസ്സുകൾ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുവരെയുള്ളതൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുമായിട്ട് എനിക്ക് മനസ്സിലാകുന്നുമുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. എൻ്റെ സ്ഥലം തിരുവല്ലയ്ക്ക് പത്തനംതിട്ടയിലെ തിരുവല്ലയ്ക്ക് അടുത്ത് പുറമറ്റമാണ്. എന്തായിരുന്നു ജോലിയൊക്കെ എന്തായിരുന്നു? ഞാൻ കോളേജ് പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തത്. എവിടെ, ഏത് കോളേജില്? ചെങ്ങന്നൂർ SM കോളേജിൽ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, നമസ്കാരം. മല്ലിക മാഡം. മല്ലിക മാഡം 2 വാക്ക് പറയാവോ? 2 പേര് കൂടെ ഉള്ളൂ സംസാരിക്കാൻ, ബാക്കി എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. പറയൂ മാഡം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. പിറവം സ്വദേശിയാണ്. ഇതിപ്പം ഒരു ഗണകുടുംബത്തിലെ അംഗമാണ്. പക്ഷെ ഒന്നും അറിയില്ലായിരുന്നു. മുത്തച്ഛനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ്. അപ്പൊ ഒരാഗ്രഹം, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. എന്തായാലും ക്ലാസ്സുകൾ ഒന്ന് രണ്ട് ക്ലാസ് എനിക്ക് മിസ്സായി. ബാക്കി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. വളരെ നന്ദിയുണ്ട്. തുടർന്ന് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, നമസ്കാരം. ശരി, നമസ്കാരം. സോറി, സംസാരിക്കാമോ? മല്ലികയാണ്. സംസാരിക്കും മാഡം. സാറേ, പെർമിഷൻ ആദ്യം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. നമസ്കാരം എല്ലാവരോടും. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ക്ലാസ്. എൻ്റെ പേര് മല്ലിക. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. കോട്ടയംകാരിയാണ്. മാഡത്തിന്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാം, കാര്യം ജോലിയിലാണ്. സാറേ, ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി കോട്ടയമാണ്, നാട് കോട്ടയമാണ്. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പഠിച്ചതൊക്കെ BSc മാത്സ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. ജ്യോതിഷം എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു ഗണിതം, മാത്സ് ആയതുകൊണ്ട് എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊന്ന് പഠിക്കണം എന്ന്. പക്ഷേ സാധിച്ചില്ല സാറേ. വർക്കിന്റെ ഒരുപാട് പ്രഷറുകളും കാരണം ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ഈ വർഷം ആദ്യം ഞാൻ ട്രിവാൻഡ്രത്താണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചും ഈ ലിങ്കിനെ കുറിച്ചും അറിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷേ
എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചെയ്യാത്ത ക്ലാസ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അത് വീണ്ടും ഈ പറഞ്ഞ പോലെ സമയം ഉണ്ടാക്കി റിപ്പീറ്റ് ചെയ്ത് വളരെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ട് ഞാനൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ഇത്തവണ വളരെ എഫേർട്ട് എടുത്ത് വളരെ കൃത്യമായിട്ട് സാറ് തന്ന എല്ലാ നോട്ടുകളും എഴുതി പഠിച്ച് ഞാൻ ഒത്തിരി മെനക്കെട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത്തവണ. അതെനിക്കൊരു വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് വളരെ കൃത്യവും സൂക്ഷ്മമായിട്ടും സാറ് പറഞ്ഞു തരികയും എല്ലാ സംശയങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി തരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ നമുക്ക് ഓരോ എന്താ പറയുന്ന രാശിചക്രം തന്ന അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയോ ഒക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ഇത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ദാസേട്ടനൊക്കെ പറയുന്നത് പോലെ ഈ സംഗീത സാഗരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് മുന്നോട്ട് വരാൻ പറ്റൂ എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു ഈ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രശ്നം ഈ വിവാഹപ്പൊരുത്തം ഈ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. റിട്ടയർ ചെയ്യാൻ ഇനിയും കുറച്ച് കാലമുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഈ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഈ പ്രസന്നകുമാരൻ നായർ സാറിന്, അജയ് സാറിനൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കള് ഇവിടെ നേടാൻ പറ്റി, അവരെയൊക്കെ കേൾക്കാൻ പറ്റി, ഇന്നിപ്പോ കാണാനും പറ്റി. എനിക്ക് വലിയ സന്തോഷം. വാസുദേവൻ സാറ് SBI സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞു. പ്രദീപ് സാറ്, ഗോപാലകൃഷ്ണൻ സാറ്, പ്രതീഷ്, അഞ്ജലി മാഡത്തിന്റെ വോയിസ് എപ്പോഴും കേൾക്കുമ്പോൾ വളരെ സ്വീറ്റ് ആണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഒന്ന് നേരി കാണണമെന്ന്. അപ്പൊ ഇന്ന് കാണാൻ പറ്റി. വളരെ പ്രൗഡാണ് മാഡം. ഈ വാസ്തുവും പഠിച്ചു, പിന്നെ ജ്യോത്സ്യവും പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ നിങ്ങളൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. സോ താങ്ക് യു ഓൾ സാർ. വൺസ് അഗെയിൻ പ്രസന്റ് സാറിനോടും അജയൻ സാറിനോടും ഉള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. മാഡം കോട്ടയത്ത് എവിടെയാ? കോട്ടയം കുമാരനെല്ലൂരാണ് വീട്. കുമാരനെല്ലൂർ. ഞാൻ പാലയായിരുന്നു. ഞാൻ SPT ആയിരുന്നു കേട്ടോ. SPT ആയിരുന്നു. ഞാനും SPT ആണ് സാറേ. സാറിന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. ഓക്കെ സാറേ. സാർ ഒരു കാര്യം കൂടെ പറയണം സാർ. ഞാൻ ആക്ച്വലി ജോലി സംബന്ധമായിട്ട് പലപ്പോഴും യാത്രയായിരുന്നു. ഞാൻ ഈ ക്ലാസ് പല രാജ്യങ്ങളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ US പോലും വെളുപ്പിനെ എഴുന്നേറ്റ് അവിടെ രാത്രിയായിരിക്കും, അവിടെ വെളുപ്പിനെ ആയിരിക്കും ഇന്ത്യൻ ടൈം. ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് അവിടെ ഇറ്റലിയിൽ വെച്ച്, ഇന്ത്യയിൽ വെച്ച് പല സ്ഥലങ്ങളിലും ഈ ഒരു ക്ലാസ് പോലും മിസ്സായിട്ടില്ല. പല രാജ്യങ്ങളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെയായാലും ഞാൻ ആ സമയത്ത് ഈവൻ അർദ്ധരാത്രിക്കും ഏർലി മോർണിംഗ് എഴുന്നേറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാർ. അതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം മറ്റുള്ള കാര്യങ്ങൾ എന്ത് മിസ്സായാലും ശരി, ഈ ക്ലാസ് ഞാൻ ഇതുവരെ ഞാൻ ജോയിൻ ചെയ്ത് ലേറ്റ് ആയിട്ടാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ 3ാമത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പക്ഷെ ഫർദർ ക്ലാസ്സസ് എല്ലാം ഞാൻ ഈവൻ കെനിയയില് എല്ലായിടത്തും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ഇന്റർനെറ്റ് ഉണ്ടോ അവിടെ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാർ. നമസ്കാരം. എൻ്റെ പേര് സുമേഷ്. വീട് തൊടുപുഴയാണ്. ഞാനൊരു ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. സുമേഷ് സാറ് പിന്നെ സാറിന്റെ വീഡിയോ കൂടി ഓൺ ആണല്ല. ഓക്കെ, പറഞ്ഞു സാർ, പറഞ്ഞോളൂ. വീഡിയോ ഓൺ ആണ്. പറഞ്ഞോ. ശരി കേൾക്കാം. അത് എൻ്റെ പേര് സുമേഷ്. ഞാനൊരു ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. തൊടുപുഴയാണ് സ്വദേശം. നല്ല രീതിയിൽ, വളരെ സൂക്ഷ്മതയോടുകൂടി നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു. സംശയ ദൂരീകരണം കൃത്യമായ രീതിയിൽ നടത്തുന്നു. വളരെ സന്തോഷമുണ്ട്. ജ്യോതിഷത്തിന്റെ കാണാപ്പുറമാണ്, പ്രത്യേകിച്ച് അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെ ആ ഒരു വലിയ തലം കൃത്യമായിട്ട് മനസ്സിലായി. വളരെ വളരെ സന്തോഷമുണ്ട്. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. എല്ലാവർക്കും തൊടുപുഴ കുമാരമംഗലം. കുമാരമംഗലം സ്കൂളിലാണോ? അല്ല, ഞാൻ പൂച്ചപ്പുറ ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. താമസിക്കുന്ന കുമാരമംഗലത്ത് എവിടെ? സ്കൂളിന് സമീപമൊക്കെയാ. ആണോ? കുമാരന്റെ അറിയോ? സ്വരാജ് കൺസ്ട്രക്ഷൻ. കേൾക്കാൻ വയ്യ. നടന്ന സ്ഥലം കുമാരൻ ആരാന്നറിയാലോ? സുബ്രഹ്മണ്യം. കേൾക്കാൻ വയ്യ. അതെ, നമ്മുടെ സ്ഥലത്തിനെ ഞാൻ പറഞ്ഞല്ലോ, കുമാരൻ എന്ന് പറഞ്ഞല്ലോ. കുമാരമംഗലം എന്നാണ് സ്ഥലത്തിന്റെ ഒരു അർത്ഥമാണ് പറഞ്ഞത്. കുമാരന്റെ മംഗലം നടന്ന സ്ഥലം എന്നാണ് കുമാരമംഗലം എന്ന വാക്കിന്റെ അർത്ഥം. കുമാരന്റെ കല്യാണം നടന്നത് അല്ലേ? മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു രസകരമായ കാര്യമുണ്ട്. ഞാൻ അരിക്കുഴ താമസിക്കുന്നത്. ഓ ശരി. അരിക്കുഴ സ്കൂളിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവരെയൊക്കെ അറിയാതിരിക്കല്ലോ. ആലങ്കോട്ടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ കണ്ടല്ലോ, മണക്കാട്. ആലങ്കോട്ട്
അത് അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ കസിനാ കേട്ടോ. അപ്പൊ തൊടുപുഴക്കാരൻ ധാരാളമായിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷം. തൊടുപുഴ എന്റെ അമ്മയുടെ ഇല്ലമാണ് മണക്കാട്. തൊടുപുഴയും പാലക്കാരും ഒക്കെയാണ്. മൂഴിക്കാവ് അവരുടെ കുടുംബക്ഷേത്രം മൂഴിക്കാവ്, മൂഴിക്കൽ ഭാഗം. മൊഴിക്കാവില് മറ്റേ ഇയാളുണ്ടോ രണ്ടുപേരും അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. ഈ ഗ്രൂപ്പില് കൂടുതലും കോട്ടയം, തൊടുപുഴ, പിന്നെ കോട്ടയം ജില്ല, ഇടുക്കി ജില്ലക്കാരും ഒക്കെയാണ് അല്ലെ? പത്തനംതിട്ട. ഗോവൻ സാറ് താമസിക്കുന്നത്. ഗോവൻ സാറ് പോയോ? തൊടുപുഴ തന്നെ, കരിങ്കുന്നം. അല്ലേ? ഓക്കെ, ശരി. സാറേ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞേ? എന്താ ജോലി എന്താ പറഞ്ഞേ? ഞാന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ആയി 2 വർഷമായി. ആണല്ലേ? ഓ ശരി ശരി. കരിങ്കന്നത്ത് എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, നമ്മുടെ ബാങ്കിലുണ്ടായിരുന്നു. അവിടെ ബ്രാഞ്ചിലൊരു ഷൈനയുടെ ഹസ്ബൻഡ് നമ്മുടെ ഒരു DGM ഒക്കെ ആണ് ഇപ്പൊ, ജോബി. പരിചയമില്ല, ഞാൻ അറിയില്ല. പിന്നെ വേറെ ഒരു അയാളുടെ പേര് മറന്നുപോയി. പുള്ളിന്റെ അച്ഛനെ ഈയിടെ മരിച്ചു, 90 വയസ്സ് മുകളിലുള്ള ഒരാള്, മാഷൊക്കെ ആയിരുന്നു തോന്നുന്നു. ആ കരിങ്കുന്നം പേരിപ്പോ പലതും ഓർക്കില്ല, ഇപ്പൊ കുറെ കാലമായിട്ടുള്ളത്. ആ പേര് ഓർമ്മിക്കാനാ വിഷമം. അയാളുടെ മുഖം പിന്നെ ഓർമ്മ വരും. ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു ഒരാള്, നമ്മുടെ ഒരു അധ്യാപനം ഉണ്ടായിരുന്നു പാലായിൽ സെന്റ് തോമസ് കോളേജില്, മാത്തമാറ്റിക്സിന്റെ ഇതായിട്ട് ഒരു മൈക്കിളുണ്ടായിരുന്നു. പുള്ളിയുടെ കല്യാണത്തിനൊക്കെ അന്ന് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ MSc പഠിക്കുന്ന സമയത്ത് പുള്ളിയുടെ കല്യാണം. പുള്ളി പാലായിൽ താമസിക്കും, നമ്മുടെ ഈ സുരേഷ് തോമസ് സാറിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു. ഓക്കെ സാറേ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ സമയമൊക്കെ കുറച്ചായി. നമുക്ക് എല്ലാരെയും കണ്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ വന്നതിൽ നല്ലൊരു ബാച്ചാണ് നിങ്ങളുടേത്. നിങ്ങൾ 19ാമത്തെ ബാച്ചാണ്. വളരെ നല്ലൊരു ബാച്ചാണ്. എല്ലാവരും കൃത്യമായിട്ടൊക്കെ, ആൾക്കാരൊക്കെ ഒരുപാട് പേരുള്ളതാണെങ്കിലും 10 പേര് 15 പേരോളം സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. വളരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാ വീഡിയോസും എനിക്ക് തരാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം വീഡിയോകൾ തന്നിട്ടുമുണ്ട്. പല ബാച്ചിലും എല്ലാ വീഡിയോകളും തരാൻ പറ്റാതിരുന്നിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ അവിടെ നെറ്റ്വർക്ക് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചില ക്ലാസ്സുകൾ മിസ്സായി പോയിട്ടുണ്ട്. എങ്കിലും മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് പറഞ്ഞപ്പോഴും വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് കിടക്കുമ്പോഴത്തേക്ക് 12 മണിയാകും. അതുവരെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകനായ പ്രശ്ന സാർ നിങ്ങളോട് 2 വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സാറ് എന്നത്തേലും പറയുമല്ലോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പഠിക്കുമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ക്ലാസ്സിനെ പറ്റി നല്ല അഭിപ്രായമാണ്. അത് നമ്മൾ വീണ്ടും ഫോളോ ചെയ്യും. അപ്പം ഇനി അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് ഒന്ന് പറയുക. പിന്നെ ഇടയ്ക്ക് നമ്മളെ ഈ ഗ്രൂപ്പ് നിലനിൽക്കും. ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെ നിർത്താം. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യാം. അതെല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമസ്കാരം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമസ്കാരം. നമസ്കാരം.